നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്നെ വർഗീയവാദിയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ് ഇന്ന് മുസ്ലിം നേതൃത്വം ചെയ്യുന്നതെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. അവരുടെ പുറകെ ഞാൻ കുഞ്ഞാടായിട്ട് നടന്നൊരു കാലമുണ്ട്. ആ കാലം അവരുടെ തടവറയിലായിരുന്നു. ആ തടവറയിൽ നിന്ന് ഞാൻ മോചിച്ചു. അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ കൂടെ നിന്ന് ഉപയോഗിച്ചു. ഇത് മനസ്സിലാക്കി അവരുടെ വിശ്വസ്തതയെ പോലും ഞാൻ ചോദ്യം ചെയ്തപ്പോഴും അവർ ഇനി എന്നെ വിളിച്ചാൽ കിട്ടുകയില്ല, എന്നെ വിളിച്ചിട്ടുണ്ടാവുന്നു. ഞാൻ ഇല്ല, നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല. നിങ്ങളുമായിട്ട് ഒത്തു നടന്നതിൻ്റെ അനുഭവങ്ങൾ, നിങ്ങളെല്ലാം ഗുണങ്ങളും എടുക്കുകയും നിങ്ങളോടൊപ്പം നടന്ന് ഞങ്ങളെ എന്ത് ചെയ്തു? പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ സംവരണക്കാരായിട്ടും പിന്നോക്കക്കാരായിട്ടും നിർത്തിക്കൊണ്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തി. കേരളത്തിലും ഇന്ത്യയിലും ഡൽഹിയിലും വരെ ഞങ്ങൾ നടത്താൻ കൊണ്ടുപോയി. ഇതെല്ലാം ചെയ്തില്ലേ? അന്നെല്ലാം നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു? പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ LDF ഇറങ്ങിക്കൊണ്ട് UDF ആയ ഭരണത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നെല്ലാം പ്രലോഭിപ്പിച്ചു എന്ന് മാത്രമല്ല, അന്നെല്ലാം തന്നെ ഈ സംവരണത്തിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ട് NSSനുമായിട്ട് പോലും ഒരു നല്ലൊരു ബന്ധം പോകാൻ സാധിക്കാത്ത വിധത്തിൽ അവരുമായിട്ട് ഉടക്കിക്കാനും അവർക്ക് ഉടക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അങ്ങനെയും പ്രവർത്തിച്ചു. പ്രവർത്തിച്ചു.